بسم الله الرحمن الرحيم. فتنازعوا أمرهم بينهم وأسروا النجوى قالوا إن هذان لساحران يريدان أن يخرجاكم من أرضكم بسحرهما ويذهبا بطريقتكم المثلى فأجمعوا كيدكم ثم أتوا صفا وقد أفلح اليوم من استعلى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ഖുർആൻ പദം എന്ന ഈ ഖുർആൻ പഠന പദ്ധതി 1000 ദിവസം പിന്നിടുകയാണ്. ഈ ഖുർആൻ പഠനം സാധ്യമാക്കാൻ വേണ്ടി പ്രവർത്തിച്ച, ഇതിന് തുടക്കം കുറിച്ച ആദരണീയരായ മുജീബ് സാഹിബ് ആറ്റക്കോയത്തങ്ങൾ, വിലായത്തുള്ള സാഹിബ് തുടങ്ങി എല്ലാവർക്കും അല്ലാഹു ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. സൂറത്ത് താഹയിലെ 62 മുതൽ 64 വരെയുള്ള ആയത്തുകളാണ് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فتنازعوا أمرهم بينهم وأسروا النجوى قالوا إن هذان لساحران يريدان أن يخرجاكم من أرضكم بسحرهما ويذهبا بطريقتكم المثلى فأجمعوا كيدكم ثم أتوا صفا وقد أفلح اليوم من استعلى. صدق الله العلي العظيم. സൂറത്ത് താഹയിലെ 62 മുതൽ 64 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. ശ്രദ്ധേയമായ ഒരു ഘട്ടത്തിലേക്ക് നമ്മുടെ ഈ പഠനവേദി എത്തിയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആന്റെ പഠനം തുടക്കം മുതൽ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് ചെയ്തു വന്നിപ്പോൾ നമ്മൾ 1000 ദിവസങ്ങൾ പിന്നിടുകയാണ്. അൽഹംദുലില്ലാഹ്, ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വിധത്തില് വളരെ വലിയ ഒരു നേട്ടം തന്നെയായിട്ട് വേണം നമുക്ക് നോക്കിക്കാണാൻ. ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുകയും നടന്നു പോവുകയൊക്കെ ചെയ്യാറുണ്ടെങ്കിലും അതിന് ഒരു നൈരന്തര്യം മിക്ക ഘട്ടങ്ങളിലും അല്ലെങ്കിൽ മിക്ക സംരംഭങ്ങളിലും നിലനിന്ന് പോവാറില്ല എന്നതാണ് അനുഭവങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യം. പക്ഷെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ വേദിയിലെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ സന്നദ്ധരായിക്കൊണ്ട് ആളുകൾ തുടരെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടൊക്കെയായിട്ട് ഈ സംരംഭം മുടക്കമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം വിശുദ്ധ ഖുർആന്റെ പകുതിയിലേറെയുള്ള ഭാഗം നമ്മൾ ഇതിനകം പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 1000 ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു 2-3 വർഷത്തിന്റെ അടുത്തെത്തുകയാണ്. എന്തുകൊണ്ടും സന്തോഷദായകമായ ഒരു കാര്യമായിട്ട് നമുക്കിതിനെ നോക്കിക്കാണാം. അള്ളാഹു ഈ സംരംഭം അതിന്റെ അവസാനത്തിലേക്ക് വരെ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമാറാവട്ടെ. സൂറത്ത് ത്വാഹയിൽ ഫിറൗൻ ആവശ്യപ്പെട്ട പ്രകാരം മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ദൈവികമായി നൽകപ്പെട്ടിരിക്കുന്ന മുഅ്ജിസാത്തുകൾ കാണിക്കുവാനും അവ ആഭിചാരമാണ്, ജാലവിദ്യയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ
ജാലവിദ്യ കൊണ്ട് നേരിടാൻ സന്നദ്ധനായിക്കൊണ്ട് ഫറോവയും അയാളുടെ സാഹിറുകളോടൊപ്പം വന്നു ചേരുന്ന അതിന്റെ മുന്നോടിയായിട്ട് നടക്കുന്ന ഒരു സംഭാഷണമാണ് നമ്മൾ ഇന്നലെ വായിച്ച ഭാഗത്ത് അടങ്ങിയിട്ടുണ്ടായിരുന്നത്. മൂസ അലൈഹിസ്സലാം അവരോട് ഒരു താക്കീത് എന്നുള്ള നിലക്ക് പറയുകയുണ്ടായത്, വൈലക്കും ലാ തഫ്തറു അലല്ലാഹി കദിബ, നിങ്ങൾക്ക് നാശം, നിങ്ങൾ ഈ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഈ കാര്യമുണ്ടല്ലോ, അത് നിങ്ങളെ വലിയ ദുരന്തത്തിലെത്തിക്കുന്ന, നാശത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ പേരിലാണ് കളവ് ചമച്ചുണ്ടാക്കുന്നത് എന്നത് നിങ്ങൾ മറന്നുകൂടാ. ലാ തഫ്തറു അലല്ലാഹി കദിബ, അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ കളവ് ചമച്ച് പറയരുത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ കാണിക്കപ്പെട്ടിട്ടുള്ളത്. കേവലമായ ഒരു നിരീക്ഷണം എന്നുള്ള നിലക്ക് അത് ജാലവിദ്യയാണ്, ഒരു മരണക്കാരന്റെ സിഹ്ർ ചെയ്യുന്ന ഒരാളുടെ ആളുകളെ വഞ്ചിതരാക്കാൻ വേണ്ടിയുള്ള ഒരു കൺകെട്ടാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ പേരിൽ വ്യാജമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കുറ്റമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അത് നിങ്ങളെ കഠിനമായ ശിക്ഷക്ക് വിധേയമാക്കാൻ കാരണമാകും. അള്ളാഹുവിന്റെ ആയാത്തുകളെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത്, അള്ളാഹുവിന്റെ ആയാത്തുകളെയാണ് നിങ്ങൾ വ്യാജമായിട്ട് പരിഗണിക്കുന്നത്. അള്ളാഹുവിന്റെ ആയാത്തുകളെ കളവാക്കുകയും അതിനെ വ്യാജമായി കണക്കാക്കുകയൊക്കെ ചെയ്യുന്നത് അള്ളാഹുവിന്റെ പേരിൽ വ്യാജം ആരോപിക്കല് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയുന്നതിന് തുല്യമാണ്. അത് നിങ്ങളെ ശിക്ഷയ്ക്ക് വിധേയരാക്കാൻ കാരണമാകും. നിങ്ങൾക്കത് വലിയ ദൗർഭാഗ്യം ഉണ്ടാക്കും. അത് നിങ്ങളുടെ നാശത്തിന് തന്നെ ഹേതുവാകും. വഖദ് ഖാബ മനിഫ്തറ, അള്ളാഹുവിന്റെ പേരിൽ വ്യാജം ചമച്ച് പറയുന്ന ആളുകൾ, അത് അവന്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയലായാലും അവന്റെ ദൂതന്മാരെ അപഹസിക്കലായാലും അള്ളാഹുവിനെ കുറിച്ച് വ്യാജമായ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കലായാലും ഏത് വിധത്തിലുള്ള വ്യാജമാണ് അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ ചെയ്യുന്നതെങ്കിലും അതൊക്കെയും തന്നെ നിങ്ങളെ വലിയ പരാജയത്തിലേക്ക് എത്തിക്കും എന്നാണ് മൂസ അലൈഹി ഇസ്ലാം വളരെ ഗൗരവത്തില് ഒരു താക്കീതിന്റെ സ്വരത്തില് ആ മത്സരത്തിന്റെ മുന്നോടിയായിട്ട് അവരോട് പറയുകയുണ്ടായത്. മൂസ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ സംസാരം വളരെ പ്രധാനമാണ്. അദ്ദേഹത്തിന്റെ ദൗത്യം ജനങ്ങളെ അകറ്റുക എന്നതല്ല, അള്ളാഹുവിന്റെ മാർഗദർശനത്തിൽ പകർന്നു നൽകപ്പെട്ടിട്ടുള്ള സത്യമാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നതാണ്. അതിന്റെ സ്വാഭാവികമായിട്ട് തന്നെ അതില് ഒരു താക്കീതും ഒരു സന്തോഷ വാർത്തയും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഈ സന്തോഷ വാർത്ത ഉപകരിക്കാതെ, ആ താക്കീത് പ്രയോജനം ചെയ്യാതെ ഒരു സമൂഹം കേവലം അധര വ്യായാമം എന്ന നിലക്ക് അതിനെ തള്ളിക്കളയുകയും കളവാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവര് വലിയ പരാജയത്തിലേക്ക് കൂപ്പുകുത്താൻ കാരണമാകുന്ന ഒരു സംഗതിയാണ് എന്ന ഒരു കാര്യം അവരെ ഉണർത്തേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ മൂസ അലൈഹി ഇസ്ലാം ഇവിടെ ചെയ്തിരിക്കുന്നത് അതാണ്. ഫറോവയോട് മാത്രമല്ല, ഫിറോവിന്റെ ആളുകളായിട്ട് അവിടെ തടിച്ചുകൂടിയിരിക്കുന്ന സാഹിറുകളും ഇവരുടെയൊക്കെ പെർഫോമൻസിനെ നിരീക്ഷിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന പൊതുജനങ്ങളും എല്ലാവരും സന്നിഹിതരായ ആ വലിയ ഒത്തുകൂടലിൽ യോമുസീനത്തിലെ നാട്ടിലെ മുഴുവൻ ആളുകളും ഒത്തുചേരുന്ന ഒരു സംഗതിയായിട്ടാണ്, ഒരു അവസരമായിട്ടാണ് അതിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോ അങ്ങനെ ഒരു സന്ദർഭത്തിൽ അവിടെ ഒത്തുകൂടിയിരിക്കുന്ന ജനസഞ്ചയങ്ങളെ നോക്കിക്കൊണ്ടാണ്, അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത്, താക്കീതായിട്ടൊരു കാര്യം ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ആയാത്തുകളെ പരിഹസിക്കലും അള്ളാഹുവിനെ കളവാക്കലും ഒക്കെയാണ്. അത് വലിയ അനന്തരഫലം ഉണ്ടാക്കുന്ന, വലിയ ആഖിബത്തിന് കാരണമാകുന്ന ഒരു നടപടിയാണ് എന്നൊരു കാര്യമാണ്.
അത് നിങ്ങളെ ശിക്ഷക്ക് അർഹരാക്കി മാറ്റും. നിങ്ങളെ ഈ വ്യാജം പറയുന്നതിന്റെ പേരിൽ നിങ്ങൾ പരാജിതരാകാനും കാരണമാകും എന്നാണ് മൂസ അലൈഹി ഇസ്ലാം അവരെ കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ഉണർത്തുന്നത്. ഇത് മത്സരത്തിലേക്ക് നീങ്ങുന്നതിന്റെ മുമ്പുള്ള ഒരു ഘട്ടത്തിലാണ്, അതിന്റെ മുന്നോടിയായിട്ടാണ് മൂസ അലൈഹി ഇസ്ലാം ഇത് പറയുന്നത്. കാലു, അപ്പോ അവരുടെ പ്രതികരണം അതിന്റെ തൊട്ട് മുമ്പ് അമ്രഹും ബൈനഹും, അവർക്കിടയിൽ ഇത് സംബന്ധമായ ഒരു തർക്കം ഉടലെടുത്തു. അവര് ഇത് കേട്ടപ്പോ, മൂസ അലൈഹി ഇസ്ലാമിന്റെ ആ താക്കീതും ആ ഉണർത്തലും ഒക്കെ കേട്ടപ്പോ അത് അവർക്കിടയിൽ ഒരു അസ്വാരസ്യം സൃഷ്ടിച്ചു. അതിന്റെ കാരണം വളരെ വ്യക്തമാണ്. മൂസ അലൈഹി ഇസ്ലാം കൊണ്ടുവന്നിരിക്കുന്നത് സാധാരണ സാഹിറുകൾ കാണിക്കാറുള്ള ഒരു സിഹർ അല്ല, ഒരു ജാലവിദ്യയല്ല, ഒരു ആഭിചാരക്രിയയല്ല എന്ന കാര്യം അവർക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം മൂസ അലൈഹി ഇസ്ലാമിന് അങ്ങനെ ജാലവിദ്യക്കാരനായിക്കൊണ്ടുള്ള ഒരു ഭൂതകാലം ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, ജാലവിദ്യക്കാര് കാണിക്കാറുള്ള, സാഹിറുകള് ആഭിചാരം ചെയ്യുന്നവര് കാണിക്കാറുള്ള വിധത്തിലുള്ള കാര്യങ്ങളല്ല അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജാലവിദ്യക്കാരുടെ ലക്ഷ്യം ഒരിക്കലും തന്നെ സമൂഹത്തില് പരിവർത്തനം ഉണ്ടാക്കുക എന്നതല്ല. ഒരു സാമൂഹ്യ വ്യവസ്ഥ മുതൽ മുടി വരെ അടിമുടി മാറ്റിമറിക്കുന്ന പരിഷ്കരണം കൊണ്ടുവരിക എന്നതല്ല ജാലവിദ്യക്കാര് ലക്ഷ്യമാക്കാറുള്ളത്. ചരിത്രത്തിലുടനീളം ജാലവിദ്യക്കാരായ അഭിചാരം ചെയ്യുന്ന ആളുകളും അതുപോലെ ഇത്തരം ആകർഷിച്ച് അവരെ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ, ചില പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുന്ന ആളുകൾ, അതിലൂടെ അവര് ലക്ഷ്യമാക്കാറുള്ളത് അവരുടെ ജീവിതോപാധി മാത്രമാണ്. അവർക്കതിലൂടെ അവർക്ക് ആവശ്യമായ ജീവിതോപാധി ലഭിക്കണം, അല്പം കാശ് കിട്ടണം, സമ്പന്നത നേടാൻ കഴിയണം. ഇത്രയൊക്കെയാണ് ജാലവിദ്യക്കാർ ലക്ഷ്യമിടാറുള്ളത്. ഒരിക്കലും തന്നെ സാമൂഹ്യ പരിവർത്തനം ലക്ഷ്യം വെച്ചുകൊണ്ട് ജാലവിദ്യക്കാര് പ്രവർത്തിക്കാറില്ല. അവര് സാമൂഹ്യ മാറ്റമല്ല ലക്ഷ്യമിടാറ്. ആരെങ്കിലും വല്ലപ്പോഴും അങ്ങനെ ജാലവിദ്യ വെച്ചുകൊണ്ട് അങ്ങനെ സാമൂഹ്യ മാറ്റത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരത് കേവല ജാലവിദ്യ മാത്രമാണ് എന്ന് പറയുകയും ചെയ്യും. മറിച്ച് ഒരു സമൂഹത്തിലും ഒരു അധികാര മാറ്റമോ സാമൂഹ്യ ക്രമത്തിലുള്ള മാറ്റമോ അങ്ങനൊന്നും ജാലവിദ്യക്കാരുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടായിട്ടുള്ളതായി ചരിത്രത്തിലൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോ ഇവിടെ മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ സന്ദേശം അവരെ കേൾപ്പിച്ചുകൊണ്ട് അവരെടുക്കുന്ന നിലപാടിനെതിരിൽ ഒരു താക്കീത് നൽകിയിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് രംഗത്തുള്ള സാഹിറുകളുണ്ട്. അവരെ പ്രൊമോട്ട് ചെയ്യുന്ന ഫിറൗനും അയാളുടെ അധികാരത്തില് അയാളെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന നാട്ടിലെ പ്രമാണിമാരുണ്ട്. ഇത് കണ്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന പൊതുജനങ്ങളും ഉണ്ട്. ഇവരൊക്കെയും തന്നെ ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോ ഇവർക്ക് മൂസ അലൈഹി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സംഗതി ജാലവിദ്യ കൊണ്ട് നേരിടേണ്ട ഒരു വിഷയമല്ല എന്നത് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ബോധ്യമുണ്ട്. കാരണം മൂസ അലൈഹി ഇസ്ലാമിനെ പോലെയുള്ള ഒരു ജാലവിദ്യക്കാരനെ അവര് നേരത്തെ കണ്ടിട്ടില്ല. അപ്പൊ ഇപ്പോ മൂസ അലൈഹി ഇസ്ലാം നൽകുന്ന താക്കീതുണ്ടല്ലോ, ജാലവിദ്യ കൊണ്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ മൊയ്ജിസാത്തുകളെ നേരിട്ട് കളയാം എന്ന വിധത്തില് അള്ളാഹുവിന്റെ ആയാത്തുകളെ വെല്ലുവിളിക്കുന്ന അവരുടെ സമീപനം, ആ സമീപനം വലിയ അനന്തരഫലം, അത് അവരെ പരാജയത്തിൽ അകപ്പെടുത്തും, അവര് ശിക്ഷക്ക് അർഹരായി മാറും തുടങ്ങിയിട്ടുള്ള മൂസ അലൈഹി ഇസ്ലാമിന്റെ താക്കീത് ഇത് അവരിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കുകയാണ്. അത് അവരെ ഈ വിഷയകമായി ഒരു തർക്കത്തിൽ ഏർപ്പെടാൻ അവർക്ക് കാരണമായി മാറി. അമ്രഹും, ഈ വിഷയത്തിൽ അവരുടെ ഇക്കാര്യത്തില് അവര് തർക്കത്തിലായി. ബൈനഹും, അവർക്കിടയിൽ തർക്കമായി. മൂസ അലൈഹി ഇസ്ലാമിന്റെ പക്ഷത്തല്ല തർക്കം, ഫിറൗൻ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ആളുകൾക്കിടയിലാണ് തർക്കം ഉണ്ടായിരിക്കുന്നത്. അസറു നജ്വ,
അതിനെ തുടർന്ന് അവര് രഹസ്യമായി കൂടിയാലോചന നടത്തുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ പക്ഷത്തിന് കേൾക്കാൻ പറ്റാത്ത വിധത്തില് അദ്ദേഹത്തിന്റെ എതിർപക്ഷത്തുള്ള ആളുകൾ ഒരുമിച്ച് കൂടി രഹസ്യമായിട്ട് ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതിന് വേണ്ടി അവരൊരു കൂടിയാലോചനയിൽ ഏർപ്പെട്ടു. അത് അതീവ രഹസ്യമായ ഒരു കൂടിയാലോചനയാണ്. ഇതാണ് അവർ ചെയ്യുന്നത്. നമ്മളിപ്പോ ഈ താക്കീതൊക്കെ ഉണ്ടായിരിക്കെ തന്നെ ഈ താല്പര്യവുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ടോ? മൂസ അലൈഹി ഇസ്ലാം അവതരിപ്പിച്ചിരിക്കുന്ന ഈ ആയാത്തുകളെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മളുടെ ഈ ആഭിചാരക്രിയ കാണിക്കേണ്ടതുണ്ടോ? അത് ഇവിടെ പറയപ്പെട്ട വിധത്തിലുള്ള വലിയ അനന്തരഫലമൊക്കെ ഉണ്ടാക്കാൻ ഇടയുണ്ടെങ്കിലോ തുടങ്ങിയിട്ടുള്ള അവരുടെ സംശയങ്ങള്, അവരുടെ ആശങ്കകള് അവര് പങ്കുവെക്കുകയാണ്. അതിനുവേണ്ടി അവര് രഹസ്യമായ ഒരു കൂടിയാലോചന നടത്തുകയാണ്. ഇതിനെ തുടർന്ന് തർക്കം ഉടലെടുത്തതിനെ തുടർന്ന് അങ്ങനെ കാലവും പിന്നീട് അവര് അപ്പൊ ഏത് തർക്കത്തിനും രണ്ട് പക്ഷം ഉണ്ടാവും. ആ രണ്ട് പക്ഷത്തിൽ ഒരു പക്ഷം ഇതുമായി മുന്നോട്ട് പോകേണ്ടതില്ല, ഇത് വലിയ അബദ്ധമാകും, ഇത് വലിയൊരു വിഡ്ഢിത്തമാകും എന്നൊക്കെയുള്ള നിരീക്ഷണമുള്ള ആളുകളായിരിക്കും ഒരു പക്ഷത്ത്. മറുപക്ഷത്ത് അങ്ങനെയല്ല, നമ്മൾ ഇതുമായി മുന്നോട്ട് പോകണം എന്ന അഭിപ്രായം ഉള്ളവരുമായിരിക്കും. എന്തായാലും ഇവിടെ കൂട്ടത്തിൽ ചിലര് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ആഭിചാര ക്രിയയുടെ പരസ്പര മത്സരം ഉണ്ടാവേണ്ടതുണ്ട് എന്ന അഭിപ്രായമുള്ളവരാണ് ഇത് പറയുന്നത് എന്നത് ഈ വിവരണത്തിന് വ്യക്തമാണ്. കാലു അവര് പറഞ്ഞത് ഈ നഹാദ അനില സാഹിറാൻ, ഇവര് രണ്ടുപേരും തനി ആഭിചാരകന്മാര് തന്നെയാണ്, ഒരു സംശയവുമില്ല. ഇവര് വെറും ജാലവിദ്യക്കാര് തന്നെയാണ്. ആളുകളെ കണ്ടിട്ട് നടത്തി വഞ്ചിതരാക്കി അവരെ സ്വാധീനിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇറങ്ങിയിരിക്കുന്ന രണ്ട് ആഭിചാരകന്മാരാണ് ഇവര് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇൻ ഹാദാനില സാഹിറാൻ, ഇവര് രണ്ട് സാഹിറുകൾ മാത്രമാണ്. ഇവരുടെ ലക്ഷ്യം തങ്ങളുടെ കയ്യിലുള്ള ഈ ആഭിചാരക്രിയയുമായിട്ട് അല്ലെങ്കിൽ ആ ആഭിചാരക്രിയകൾ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നതാണ്. വളരെ വിചിത്രമായൊരു വാദവുമായിട്ടാണ് ഈ മത്സരത്തെ പിന്തുണക്കുന്ന ആളുകള് കൂട്ടത്തിൽ ചിലര് രംഗത്ത് വരുന്നത്. നിങ്ങളെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അത് സിഹർ ചെയ്തുകൊണ്ട് ആളുകളെ വഞ്ചിതരാക്കി പാട്ടിലാക്കിയെടുത്ത് നിങ്ങളെ അധികാരഭ്രഷ്ടരാക്കുകയും നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ഒക്കെ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്നിരിക്കുന്ന രണ്ട് സാഹിറുകളാണ് ഇവര്, സംശയമൊന്നുമില്ല എന്നാണ് അവര് പറയുകയുണ്ടായത്. മൂസ അലൈഹി ഇസ്ലാം അന്ന് വരെ അവിടെ ഈജിപ്തിലെ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഫറോവയെ ആ നിലക്ക് വെല്ലുവിളിക്കുകയോ അല്ലെങ്കിൽ അധികാരം തങ്ങളെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയോ ഏറ്റവും ചുരുങ്ങിയത് ബനു ഇസ്രായേലിന്റെ മേലുള്ള അധികാരമെങ്കിലും ഞങ്ങളെ ഏൽപ്പിക്കണം എന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് അതിന് ചെവിക്കൊടുക്കാനും ഒന്നും അവര് സന്നദ്ധരല്ലെങ്കിൽ മാത്രം ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ ഭാഗതയും തങ്ങളെ ഏൽപ്പിക്കണം എന്നാണ് മൂസ അലൈഹി ഇസ്ലാം പറയുന്നത്. അത് ഈജിപ്തില് അവർക്ക് ഒരു തുണ്ട് ഭൂമി മുറിച്ചെടുക്കണം, എന്നിട്ട് അവിടുത്തെ അധികാരം ഞങ്ങളാണ് വാഴുക എന്നുള്ള നിലക്കൊന്നുമല്ല. അതിനങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അനന്തരഫലങ്ങളുള്ള ഒരു രാഷ്ട്രീയ പ്രതിധ്വനിയോ സന്ദേശമോ ഒന്നും അതിന് ഉണ്ടായിരുന്നില്ല എന്നതാണ് മൂസ അലൈഹി ഇസ്ലാം ഇതുവരെ നടത്തിയിട്ടുള്ള അഭിസംബോധന ചെയ്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ഒരു സൂചന. എന്നാൽ എപ്പോഴും ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുക ഇതാണ്. നമുക്ക് ഓർമ്മയുണ്ടാവും, വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി, വർഷം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, കേരളത്തെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാനാണ് ഇവര് ലക്ഷ്യമിടുന്നത് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം നമ്മുടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അതിന്റെ ആ വിധത്തിൽ ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്ന താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊരു ലക്ഷ്യം തങ്ങൾക്കുണ്ട് എന്നതിന്റെ സൂചനകൾ നൽകിക്കൊണ്ടോ എന്നുള്ള
പ്രവർത്തനങ്ങളൊന്നും ഈ പറയപ്പെട്ട കൂട്ടർ നിർവഹിച്ചിട്ടുണ്ടായിരുന്നില്ല. കേരളത്തിന്റെ പൊതുവായ പ്രശ്നങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുകയും ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്നതല്ലാതെ കേരളത്തിന് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ഇസ്ലാമേതര സമൂഹങ്ങൾ ഇവിടെ ഇരിക്കെ അതിനൊരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റണം, അതിന് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇവര് എന്ന് തോന്നിപ്പിക്കുന്ന യാതൊന്നും അവരാരും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ചാൺ മുന്നേ എറിയുക എന്ന രാഷ്ട്രീയക്കാരുടെ ഒരു നയമുണ്ട്. അത് പ്രതിയോഗിയെ വീഴ്ത്താൻ, ദുർബലമാക്കാൻ, അടിച്ചിരുത്താൻ, അയാള് മനസ്സിൽ പോലും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് അയാളുടെ നേരെ തിരിയുക അല്ലെങ്കിൽ അവരുടെ നേരെ തിരിയുക എന്നതാണ് അവര് ചരിത്രത്തിലുടനീളം സ്വീകരിച്ചു വരുന്ന ഒരു നടപടി. എപ്പോഴും ഇന്ത്യയിൽ കാണാം. 1947 ഇന്ത്യ വിഭജിതമായി പാകിസ്ഥാൻ ഉണ്ടായി വരികയും ഇന്ത്യയിൽ നിന്ന് അത് വേറിട്ടു പോവുകയൊക്കെ ചെയ്തത് മുതൽ പിന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ എപ്പോഴും പാകിസ്ഥാനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആക്ഷേപിക്കുന്ന ആ ഒരു ശൈലി നമുക്ക് എപ്പോഴും കാണാൻ കഴിയും. പാകിസ്ഥാനിലേക്ക് പോകാൻ പറഞ്ഞുകൊണ്ടാണ് ഇവര് ആക്രോശിക്കുന്നത് കേൾക്കാൻ സാധിക്കുക. പാകിസ്ഥാൻ അവിടെ അവരുടെ കവാടം തുറന്നു വെച്ചിരിക്കുകയാണോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വന്നു ചേരാൻ? ഇനി ഇന്ത്യയിലെ ഇത്രയും വലിയ ജനസഞ്ചയത്തിനുള്ള ഭൂമി കൂടി പാകിസ്ഥാന്റെ ഭാഗമായിട്ട് നേരത്തെ കൊടുത്ത് ഏൽപ്പിച്ചതാണോ ഇവിടെയുള്ള മുസ്ലിങ്ങളോട് അങ്ങോട്ട് പോകാൻ പറയാൻ? ഇതൊക്കെ ഈ പ്രതിയോഗികളെ എപ്പോഴും പ്രതിരോധത്തിലാക്കി മാറ്റാൻ വേണ്ടി ഉന്നയിക്കപ്പെടുന്ന ചില വാദങ്ങളാണ്. പ്രതിയോഗികളെ ദുർബലരാക്കാൻ വേണ്ടി എല്ലാ കാലഘട്ടങ്ങളിലും രാഷ്ട്രീയക്കാര് പ്രയോഗിച്ചിരുന്ന വാദഗതികളാണ് എന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ മത്സരം ഇവിടെ നടക്കാനിരിക്കുമ്പോ അതില് ഈ സാഹിറുകളെ ഹാജരാക്കിയിട്ട് മൂസ അലൈഹിസ്സലാമിന്റെ മുഅ്ജിസാത്തുകളെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഈ കൂട്ടര് ഉന്നയിക്കുന്ന ഒരു ആരോപണം ഇതാണ്: ഇവര് രണ്ടുപേരും ജാലവിദ്യയുമായി ആഭിചാരക്രിയയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അത് യുരീദാനി യുഖ്രിജാക്കും മിൻ അർദിക്കും, നിങ്ങളെ അവരിരുവരും ചേർന്ന് നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. ബിസിഹിരിഹിമ, അവരുടെ ആയുധം അവരുടെ കയ്യിലുള്ള അങ്ങനെ അണുവായുധമോ മിസൈലോ അതുപോലെയുള്ള ഒന്നുമല്ല. അവരുടെ കയ്യിലുള്ള സിഹറാണ്, ജാലവിദ്യയാണ്, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ഈ ആഭിചാരക്രിയയാണ്. അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് അവര് നിങ്ങളെ പരാജയപ്പെടുത്തി ഈ മണ്ണ് നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാനാണ് അവരുദ്ദേശിക്കുന്നത്. നിങ്ങളെ പുറത്താക്കുകയും ഈ മണ്ണ് അവരുടേതാക്കി മാറ്റുകയും ചെയ്യുക എന്നതാണ് അവർ ലക്ഷ്യമിടുന്നത് എന്നാണ് ഈ സിഹറിനെ പിന്തുണച്ച ആളുകൾ പറയുകയുണ്ടായത്. എന്നിട്ട് ഒരു കാര്യം കൂടി അവര് ചേർത്ത് പറയുകയാണ്, മുസ്ല, എന്നിട്ട് നിങ്ങളുടെ ഈ മാതൃകായോഗ്യമായ ഈ ജീവിത രീതിയും സംസ്കാരവും ഒക്കെ ഉണ്ടല്ലോ, അതിനെ അങ്ങ് നശിപ്പിച്ച് കളയാനാണ്, അതിനെ അങ്ങ് ഇല്ലാതാക്കി കളയാനാണ് അവരുടെ ഉദ്ദേശം. 2-3 കാര്യങ്ങൾ ഇതില് അവര് ഉൾച്ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന്, ഈ നാട്ടിൽ നിലനിൽക്കുന്ന സംസ്കാരം, ഈ നാട്ടിൽ നിലനിൽക്കുന്ന ജീവിത രീതി, അത് ഏറ്റവും മാതൃകായോഗ്യമായതാണ്. ലോകത്ത് എവിടെയുമുള്ള മികവാർന്ന ഒരു ത്വരീഖത്താണ്, ഒരു ജീവിത സരണിയാണ് ഇവിടെയുള്ള ആളുകൾ പിന്തുടരുന്നത്. അത് അൽമുസ്ല ആണ്, അത് മാതൃകാപരമായതാണ്. ബാക്കിയുള്ളവർക്കൊക്കെ ഏറ്റുവാങ്ങി അനുകരിക്കാൻ പറ്റുന്ന അത്രയും ക്വാളിറ്റി ഉള്ളതാണ് ഇവിടെ നിലനിൽക്കുന്ന സംസ്കാരവും ജീവിത രീതിയും ഒക്കെ. അത് തകർക്കുക എന്നതാണ് അവർ ലക്ഷ്യമിടുന്നത് എന്നാണ് ഇവരിപ്പോ ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. 2 കാരണങ്ങളാൽ ഇത് വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ഒന്ന്, ഈ മൂസ അലൈഹിസ്സലാമും ഹാറൂൻ അലൈഹിസ്സലാമും അങ്ങനെ ഇവിടെ നിലനിൽക്കുന്ന സംസ്കാരത്തെ, ഇവിടെ നിലനിൽക്കുന്ന ജീവിത രീതിയെ തകർത്തെറിയാൻ വേണ്ടി രംഗത്ത് വന്ന ആളുകളാണോ അല്ലേ എന്നതാണ് ഒരു ചോദ്യം. അതോ അതിന് നിലവിലുള്ള ആ സംസ്കാരത്തിന്റെയും ജീവിത രീതിയുടെയും അതിൽ പല പുഴുക്കുത്തും നിലനിൽക്കുന്നുണ്ട് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്.
അതങ്ങേയറ്റം ജീർണത നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലെ ഈജിപ്തിൽ നിലനിന്നിരുന്ന സംസ്കാരത്തിന്റെ അവരുടെ ധാർമ്മികതയുടെ ഒക്കെ ഒരു നിലവാരവും പ്രത്യേകതകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഒരാൾക്കും സദാചാര ബോധം എന്ന ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നത്, അവര് ആന്തരികമായി കെട്ടുപോയ അവസ്ഥയിലായിരുന്നു എന്നത് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ സാന്നിധ്യത്തിലേക്ക് ഈജിപ്തിലെ അസീസിന്റെ പ്രഭുവിന്റെ ഭാര്യ വിളിച്ചു കൂട്ടിയ സ്ത്രീകള് അവരുടെ കൈകൾ മുറിക്കാൻ കാരണമായ ആ സന്ദർഭം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും ഈ വിളക്കണച്ചു കഴിഞ്ഞാൽ, ഈ കർട്ടൻ മാറ്റിക്കഴിഞ്ഞാൽ ഈ സദാചാര പരമായ മൂല്യച്യുതിയിൽ അവർ അകപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നതും അവർ വലിയ ധാർമ്മികമായ ജീർണതയില് ചെന്ന് പതിച്ചിട്ടുണ്ടായിരുന്നു എന്നതുമാണ് ആ സംഭവം വെളിപ്പെടുത്തുന്നത്. അതുപോലെ പല കാര്യങ്ങളും അതിനോട് ചേർത്ത് മനസ്സിലാക്കുമ്പോൾ ഈജിപ്തിന്റെ അന്നുണ്ടായിരുന്ന അവസ്ഥ, അതുപോലെയൊക്കെയുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ അതിനേക്കാൾ വഷളായ ഒരു അവസ്ഥയിലേക്ക് മൂസ അലൈഹി ഇസ്ലാം രംഗത്ത് വരുന്ന കാലത്ത് കാര്യങ്ങൾ പോയിട്ടുണ്ടാവാനാണ് സാധ്യത. അതുകൊണ്ടാണ് സാഹിറുകള് അത്ര വലിയ സ്വാധീനം നേടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ സിഹിർ എന്നത് അവാസ്തവമാണ് എന്നത് എല്ലാവർക്കും അറിയാം. എന്നാൽ പോലും അതിന് ഇത്ര ജനപ്രിയ സ്വഭാവം ഉണ്ടായത് എങ്ങനെ എന്നത് ആലോചിക്കുമ്പോൾ ഈ അവരുടെ സാംസ്കാരികമായ ജീർണതയും തകർച്ചയും ആണ് അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക. പക്ഷെ ഇവർ പറയുന്നത് നമ്മുടെ ഏറ്റവും ഉജ്ജ്വലമായ മാതൃകായോഗ്യമായ ഈ സംസ്കാരത്തെ, ജീവിത രീതിയെ തകർത്ത് കളയുക എന്നതുമാണ്, അതിനെ ഇല്ലാതാക്കി കളയുക, അതിനെ പോക്കി കളയുക എന്നതുമാണ് ഇവര് ലക്ഷ്യമിടുന്നത് എന്നാണ് ഇവിടെ ആരോപണമായിട്ട് അവർ ഉന്നയിക്കുന്നത്. അപ്പോ മൂസ അലൈഹി ഇസ്ലാം യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നത് അള്ളാഹുവിന്റെ മാർഗത്തെ, അള്ളാഹുവിന്റെ ജീവിത സരണിയെ അവർക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് അവരെ അതിലേക്ക് ആകർഷിച്ചുകൊണ്ട് അവരിൽ വലിയ സാംസ്കാരികമായ ഉയർച്ച ഉണ്ടാക്കുക എന്നതാണ്. അവരിലുള്ള ഒരു നന്മയും പോക്കാതെ തന്നെ അവരിലുള്ള ജീർണതയെ ഇല്ലാതാക്കിക്കൊണ്ട് അവരെ നന്മയുടെ ആളുകളായിട്ട് മാറ്റുക എന്നതാണ് അള്ളാഹുവിന്റെ ദൂതൻ എന്നുള്ള നിലക്ക് മൂസ അലൈഹി ഇസ്ലാമും ഹാറൂൻ അലൈഹി ഇസ്ലാമും ലക്ഷ്യമിടുന്നത്. മറിച്ച് അവരിൽ മാതൃകായോഗ്യമായ വല്ലതും ഉണ്ടെങ്കിൽ അത് കളഞ്ഞു കുളിക്കുക, നഷ്ടപ്പെടുത്തുക, അതിനെ നശിപ്പിച്ച് കളയുക എന്നതല്ല അദ്ദേഹം ലക്ഷ്യമിടുന്ന കാര്യം എന്നത് വളരെ വ്യക്തമാണ്. പക്ഷെ അവരെ ആക്ഷേപിക്കുന്നത് അങ്ങനെയാണ്, നിങ്ങളെ സിഹറിന്റെ പിൻബലത്തിൽ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ഇവിടെ അധികാരം പിടിച്ചടക്കുകയും നിങ്ങളുടെ മഹോന്നതമായ, മഹത്വരമായ, പ്രോജ്വലമായ സംസ്കാരത്തെയും ജീവിത രീതിയെയും ഒക്കെ തകിടം മറിച്ച് കളയുകയും ചെയ്യുക എന്നതാണ് ഇവരിതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാണ് അവര് ആക്ഷേപമായിട്ട് ഉന്നയിക്കുന്നത്. സമാനമായ ആക്ഷേപങ്ങൾ നമുക്ക് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത് കാണാൻ കഴിയും. പലപ്പോഴും ഈ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകള് അവരുടെ ഒരു സാംസ്കാരിക പ്രതലം ഉണ്ടാകും. എന്നിട്ട് അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവര് ആസ്വദിക്കുന്ന ആ സ്വാതന്ത്ര്യം, ജീവിതം ഈ സ്വാതന്ത്ര്യത്തിന്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ നിലനിൽക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ അളവ് ഇപ്പോ മരണത്തിന് കാരണമാകുന്ന വിധത്തിൽ കൊലപാതകം നടത്തിയാലും അല്ലെങ്കിൽ വല്ല റോഡ് ആക്സിഡന്റിൽ ഉദ്ദേശപൂർവം ആരെങ്കിലും കൊന്നുകളഞ്ഞാൽ പോലും ഈ രാജ്യത്ത് കൊല്ലപ്പെട്ട ആൾക്ക് നീതി ലഭിക്കുന്നതോ അല്ലെങ്കിൽ കൊന്ന ആൾക്ക് ശിക്ഷ ലഭിക്കുന്നതോ ഒന്നും നമ്മൾ കാണുന്നില്ല. ജീർണത ഏത് വിധത്തില് സാംസ്കാരികമായ, ധാർമ്മികമായ വലിയ ജീർണത യുടെ ലക്ഷണങ്ങളായിട്ടുള്ള പല സംഗതികളും ശിക്ഷാർഹമായ കുറ്റങ്ങളായിട്ട് പരിഗണിക്കപ്പെടുന്നില്ല. സ്വൈര ജീവിതം സാധ്യമല്ലാത്ത വിധത്തിൽ സമാധാനത്തോടുകൂടി ആളുകൾക്ക് അവരുടെ സ്വകാര്യ തലങ്ങളിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഇവിടെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ വിസ്മരിച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇത് മഹോന്നതമായ ഒരു സംസ്കാരം എന്ന നിലക്കാണ് ഇതിനെക്കുറിച്ച് പറയാറുള്ളത്. ഈ മഹോന്നതമായ സംസ്കാരത്തിൽ വല്ല നന്മയുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ പ്രവാചകന്മാർ അത് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയില്ല. മഹോന്നതമായ സംസ്കാരം എന്ന് പറയുന്ന ആളുകൾ കാണാതെ പോകുന്ന ജീർണതയുടെ ആഴം അല്ലെങ്കിൽ അതിന്റെ ചീഞ്ഞു നാറിയ അവസ്ഥ
അത് അവർ കാണാതിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവർക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നത്. അപ്പോ ഇവിടെ സിഹർ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഈ മഹോന്നതമായ സംസ്കാരത്തെയും ജീവിത രീതിയെയും ഒക്കെ നശിപ്പിച്ചു കളയാനാണ് ഈ രണ്ടാളുകൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ മാറ്റുരയ്ക്കലിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ച ആളുകൾ. നമുക്ക് എന്തായാലും മൂസായെയും ഹാറൂനെയും നമ്മുടെ സാഹിറുകളെ കൊണ്ട് പരാജയപ്പെടുത്തിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇവിടെ ആക്ഷേപമായിട്ട് ഉന്നയിക്കുന്നത്. അങ്ങനെ അതിനെ തുടർന്ന് അജ്മിയു കൈതക്കും, അതിനാൽ നിങ്ങളുടെ തന്ത്രങ്ങളൊക്കെയും ഒരുമിച്ച് കൂട്ടുക, അല്ലെങ്കിൽ നിങ്ങളുടെ തന്ത്രങ്ങളൊക്കെയും തന്നെ പുറത്തെടുക്കുക. അജ്മിയു കൈതക്കും, അജ്മിയു കൈതക്കും എന്ന് പറഞ്ഞാല് നിങ്ങളുടെ തന്ത്രങ്ങളൊക്കെയും സമാഹരിച്ച് കൊണ്ടുവരിക. എല്ലാ തന്ത്രവും ഒന്നും മാറ്റിവെക്കേണ്ടതില്ല, ഇവരെ പരാജയപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. സൊഫ, എന്നിട്ട് നിങ്ങൾ അണിയണിയായിട്ട് ഐക്യപ്പെട്ട് ഒറ്റക്കെട്ടായിട്ട് വരിക. ഇതാണ് അവര് ആളുകളോട് നിർദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാവരും സജ്ജരായി സന്നദ്ധരായി കൈകോർത്ത് അണിയണിയായി ഒറ്റക്കെട്ടായിട്ട് വരണം, നിങ്ങളുടെ തന്ത്രങ്ങളൊക്കെയും തന്നെ സമാഹരിച്ചുകൊണ്ട്. വഖദ് അഫ്ലഹൽ യൗമ മൻ ഇസ്തഅല, ഇന്നത്തെ ഈ ഏറ്റുമുട്ടല് വളരെ സുപ്രധാനമായതാണ്. വഖദ് അഫ്ലഹ, ആരാണ് വിജയിക്കുന്ന? അല്ലയോ, ഇന്ന് വിജയിക്കാൻ പോകുന്നത് മനിസ്തഅല, ഇന്ന് ആരാണോ ഈ ഏറ്റുമുട്ടലിൽ ഉയർന്നു നിൽക്കുന്നത്, ഈ ഏറ്റുമുട്ടലിൽ വിജയം വരിക്കുന്നത് ആരാണ്, അയാളാണ് ഇന്ന് യഥാർത്ഥത്തില് വിജയിയാവാൻ പോകുന്നത്. ഈ ഏറ്റുമുട്ടല് കേവലമായ ഈ ജാലവിദ്യയുടെ മാറ്റുരയ്ക്കലല്ല, ഇത് വളരെ വിധി നിർണായകമായ ഒരു മാറ്റുരയ്ക്കലാണ്. ഈ മാറ്റുരയ്ക്കലില് ഏത് പക്ഷമാണോ വിജയിക്കുന്നത് ആ പക്ഷമാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ നമ്മുടെ ഈ പശ്ചാത്തലത്തിൽ, നമ്മുടെ ഈ രാഷ്ട്രീയത്തില്, നമ്മുടെ ഈ സാംസ്കാരിക അതുപോലെ നാഗരിക സ്വത്വത്തിന്റെ കാര്യത്തിലൊക്കെ വിജയിച്ച് മേധാവിത്വം നേടാൻ പോകുന്നത് അവരാണ്. അതുകൊണ്ട് ഇത് നിസ്സാരമായിട്ട് കാണരുത്. ഇത് കേവലമായ ഒരു ജാലവിദ്യയുടെ ഏറ്റുമുട്ടലായിട്ട് നിങ്ങൾ കാണരുത്. വലിയ അനന്തരഫലം ഉണ്ടാകാൻ പോകുന്ന, വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് നിങ്ങൾ സകല തന്ത്രങ്ങളും നിങ്ങൾ ഒരുമിച്ച് കൂട്ടണം, സമാഹരിക്കണം. എന്നിട്ട് നിങ്ങൾ കൈകോർത്ത് അണിയണിയായി ഐക്യപ്പെട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് നിങ്ങൾ രംഗത്ത് വരണം. ഇതാണ് വേണ്ടത്. എന്നിട്ട് അങ്ങനെയാണ് നമുക്ക് ഇതിനെ നേരിടേണ്ടത്. വഖദ് അഫ്ലഹൽ യൗമ മൻ ഇസ്തഅല, ഇതിനെ തമാശക്കളിയായിട്ട് ആരും കാണരുത്. ഇന്ന് ഉയർന്നു നിൽക്കുന്നത് ആരാണ്, ഇന്ന് അപ്പർ ഹാൻഡ് നേടുന്നത് ആരാണ്, അയാളാണ് യഥാർത്ഥത്തിൽ വിജയിക്കാൻ പോകുന്നത്. ഈ ഗോതയിൽ, ഈ രാജ്യത്തിന്റെ ഗതി നിർണയിക്കുന്നതിൽ വിജയിക്കാൻ പോകുന്നത്, മേൽക്കൈ നേടാൻ പോകുന്നത്, ശരിയായ മുന്നേറ്റം നടത്താൻ പോകുന്നത്, ഇന്ന് മത്സരത്തിൽ ആരാണോ മുന്നിട്ട് നിൽക്കുന്നത്, ഉയർന്നു നിൽക്കുന്നത്, അയാളായിരിക്കും. അതുകൊണ്ട് തീർത്തും വിധി നിർണായകമായ ഒരു കാര്യമാണിത് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് ഇവിടെ. അതുകൊണ്ട് മൂസ അലൈഹി ഇസ്ലാമും ഹാറൂൻ അലൈഹി ഇസ്ലാമും കൊണ്ടുവന്നിരിക്കുന്ന ഈ സംഗതി, അതിനെ നേരിട്ട് തോൽപ്പിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഇവിടെ നിർണായകമായ പലതിനും അത് കാരണമാകും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സകല ഒരുക്കങ്ങളും ചെയ്ത് സന്നാഹങ്ങളൊക്കെ തയ്യാറാക്കി നിങ്ങൾ ഐക്യപ്പെട്ട് അണിയണിയായി നിങ്ങൾ എത്തണം. കാരണം ഇന്നത്തെ കാര്യം തീരുമാനിക്കപ്പെടുന്ന, ഇന്ന് ആരാണോ മുന്നിട്ട് നിൽക്കുന്നത് അവരാണ് യഥാർത്ഥത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് വിജയം വരിച്ച് മുന്നോട്ട് പോകാൻ പോകുന്നത് എന്നതാണ് അവര് നൽകിയ ഒരു താക്കീത്. അപ്പോ രണ്ട് സംഘമായിട്ട് അവർക്കിടയിൽ ചേരിതിരിവുണ്ടായി. ചിലര് ഈ മത്സരവുമായി മുന്നോട്ട് പോകേണ്ടതില്ല, അത് മൂസ അലൈഹി ഇസ്ലാം താക്കീത് ചെയ്ത പോലെ നമ്മളെ ശിക്ഷക്ക് അർഹരാക്കി മാറ്റും, നമുക്ക് വലിയ പരാജയം ഉണ്ടാക്കും അത് എന്നൊക്കെയാണ് ഒരു കൂട്ടര് പറഞ്ഞതെങ്കിൽ അങ്ങനെയല്ല, നമുക്കിതിനെ നേരിട്ടേ പറ്റൂ. ഈ രണ്ടാളുകൾ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് കൂടിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കുക, നിങ്ങളുടെ കയ്യിൽ നിന്ന് അധികാരം തട്ടിയെടുക്കുക,
എന്നിട്ട് നമ്മുടെ മഹോന്നതമായ ഈ സംസ്കാരത്തെ തകർത്തെറിയുക, ഇതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് വന്നിരിക്കുന്ന ആളുകളാണ്. അപ്പോ നിങ്ങൾ സകല ആയുധവും പുറത്തെടുത്ത് സകല സന്നാഹങ്ങളും ഒരുക്കി വേണം ഐക്യപ്പെട്ടുകൊണ്ട് ഇതിനെ നേരിടാൻ. ഇന്ന് ആരാണോ വിജയിക്കുന്നത് അവനാണ് മുന്നേറാൻ പോകുന്നത് എന്നൊരു കാര്യം ഓർമ്മ വേണം. ഈ വിധത്തിലാണ് രണ്ടാമത്തെ സംഘം അവിടെ കൂടിയിരുന്ന ആളുകളെ ഓർമ്മപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അവർക്ക് താക്കീത് നൽകുന്നത്. ഈ വിവരണം ഇനിയും മുന്നോട്ട് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് പഠന വിധേയമാക്കാം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ഈ സംരംഭവുമായിട്ട് അതിന്റെ പരിസമാപ്തിയിലേക്ക് മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുകയും ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പദത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.